ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ റാണിയക്കായെ പറ്റിയാണ്. അവരുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് റാണി പി സദാശിവൻ എന്നാണ് കേട്ടോ. ഇവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതെന്തെന്ന് വെച്ചാൽ ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് മോശമായിട്ട് എത്രത്തോളം വേദനിപ്പിക്കാം അത്രത്തോളം വേദനിപ്പിച്ചിട്ടുള്ള കമൻറ്റുകളാണ് ഇവരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ചേരുന്ന രണ്ട് പഴഞ്ചൊല്ലുകളുണ്ട് കേട്ടോ. ഒന്ന്, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ മുതിർന്നവരൊക്കെ പറയും, പണ്ടൊക്കെ ദൈവം തെറ്റ് ചെയ്യുമ്പോൾ അന്നേരമല്ല കൊടുക്കുന്നത്, പിന്നെയാണ് ശിക്ഷ കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, തെറ്റ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുതന്നെയാണ് നമ്മളിവിടെ കണ്ടത്. കാരണം കുറേ പേര് ഇവർ ഫാമിലി വ്ളോഗേഴ്സിനെ നമ്മുടെ ഡാനീസ് ഡേയ്സ് എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സീതത്തോട് ടീച്ചറായ ദീപ്തി ടീച്ചറിനെ ഞങ്ങളിങ്ങനെയൊക്കെയാണ്, അങ്ങനെ കുറേ വി ആർ ഇൻ ലവ്, ഇങ്ങനെ കുറേ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് മോശമായിട്ട് എത്രത്തോളം വേദനിപ്പിക്കാം അത്രത്തോളം വേദനിപ്പിച്ചിട്ടുള്ള കമൻറ്റുകളാണ് ഇവരിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പലരും ഇവരുടെ ഒറിജിനൽ ഐഡിയിൽ നിന്നും അല്ലായിരുന്നു. അപ്പോൾ പലരും ഇവരെ ഇങ്ങനെ നോട്ട് വിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ദീപ്തി ടീച്ചർ ഇവരെ കണ്ടുപിടിക്കുന്നതും ലാസ്റ്റിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുന്നതും ഫോട്ടോ സഹിതം കൊടുക്കുന്നതും. അപ്പോൾ ബാക്കിയുള്ളവർക്കും ഏകദേശം മനസ്സിലായി ആരാണ് ഇവരെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ, അതായത് വാക്കുകൾ കൊണ്ട് ഇങ്ങനെ വേദനിപ്പിക്കുന്നവരെ എന്തായാലും സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. കാരണം നാളെ ഇന്ന് ഈ 3 ഫാമിലി വ്ളോഗേഴ്സ് ആണെങ്കിൽ നാളെ വേറെ പലരെയും ഇവരിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇവർക്കൊരു ലഹരി പോലാണ് പലരെയും ഇതുപോലത്തുള്ള വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുക എന്നത്. അപ്പോൾ അവർക്ക് അതിലൊരു സുഖം കിട്ടുന്നത് കൊണ്ട് അവർ പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയാണ് ദീപ്തി ടീച്ചറും അതുപോലെ തന്നെ വി ആർ ഇൻ ലവും തിരിച്ചത്. എന്തായാലും ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി ആരാ ഇവരെന്നും ഇങ്ങനെ കമൻ്റ് ഇടുന്നത് ആരാണെന്നും എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അവരുടെ വീഡിയോസും കാര്യങ്ങളും ഇപ്പം നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. വി ആർ ഇൻ ലവ് നേരിട്ട് അവരുടെ വീട്ടിലെത്തുകയാണ് ചെയ്തത്. പക്ഷേ അവരുടെ വീട്ടിലെന്ന് പറയുന്നത് ഈ റാണി പി സദാശിവൻ്റെ ഒരു മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ അതിനെ ചൊല്ലിയാണ് തർക്കം വന്നിരിക്കുന്നത്, പല പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ മനുഷ്യന്മാരാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഈ വാർത്തയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ദിവസം ഒരു പീഡനമെങ്കിലും കാണും. അങ്ങനെയുള്ള പല വാർത്തകളും നമ്മളിന്ന് കാണാറുണ്ട്. അപ്പോൾ പലരും പറയുന്നത് അവർ ചെയ്തത് ഒരു തെറ്റാണ്. ശരിയാണ്, ഞാനും ചിന്തിക്കുമ്പോൾ അവർ ചെയ്തത് അതൊരു തെറ്റാണ്. കാരണം എത്രയെന്ന് പറഞ്ഞാലും ആ കുട്ടിയുടെ സമ്മതത്തോടാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ ആ കുട്ടിയോട് ചോദിച്ചിട്ടും എന്തായാലും ആ കുട്ടിയുടെ മുഖം അവർ കാണിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ആ കുട്ടിയുടെ സമ്മതത്തോടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്ന് ഇവർ പിന്നെ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും അവർ ചെയ്തത് അതൊരു തെറ്റ് തന്നെയാണ്. കാരണം ആ കുട്ടി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കാലം ഒട്ടും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തുവാണ് സംഭവിക്കുന്നത്, ഏതാണ് അവിടെ നടക്കുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ അത് ഒറ്റയ്ക്കല്ലേ അവിടെ താമസിക്കുന്നത്. അപ്പോൾ പലരും ഇന്നത്തെ പല ആൾക്കാരുടെ മനസ്സ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കാർക്കും അറിയത്തില്ല. അപ്പം ആ കുട്ടിയോട് അത് ചെയ്തത് വളരെയധികം ഒരു തെറ്റായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പിന്നെ നമ്മളിപ്പോൾ പറയാം, ഒരു അമ്മ ചെയ്ത തെറ്റിന് മകളോട് പോയി ബാക്കി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ കുട്ടി വല്ലാണ്ട് അതിൻ്റെ മനസ്സിന് വേദനിക്കും. പിന്നെ അവർ ചോദിക്കുന്നുണ്ട്, ഈ സ്കൂളിലൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ടോ, മോടെ അമ്മയെക്കുറിച്ചല്ലേ ഇപ്പം ചാനലുകളിലൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് നമുക്കറിയാം. കാരണം ഒരാൾ ആ കുട്ടിയോട് പോയി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, അമ്മയെപ്പറ്റി പറയുകയാണെങ്കിലും എത്രത്തോളമാണെങ്കിലും ആ കുട്ടി അത് വല്ലാണ്ട് വേദനിപ്പിക്കും. അമ്മ ചെയ്ത തെറ്റിന് ഒരിക്കലും മക്കളെ നമ്മൾ വേദനിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അവർ അത്രയും മോശമായിട്ടുള്ള കമൻറ്റ് ഇടുമ്പോൾ അവരോട് തന്നെ നേരിട്ട് പോയി ചോദിക്കണമായിരുന്നു. പിന്നെ ഇവർ നേരിട്ട് ചെല്ലുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാൽ പോലും അവർ ആ കുട്ടിയെ അവോയ്ഡ് ചെയ്യായിരുന്നു കേട്ടോ.
അതാണ് എനിക്ക് അവിടുത്തെ ഒരു തെറ്റായിട്ട് തോന്നി. ഇപ്പോൾ പല കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ആ കുട്ടിയോട് ചെയ്തത് വളരെയധികം തെറ്റായിപ്പോയി. അതുപോലെ തന്നെ നമ്മുടെ ഇനി ആ കുട്ടിക്കൊരു കേസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആ റാണിയക്കാട് ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മകളുടെ പേര് വെച്ച് വേണേൽ റാണിയക്കായ്ക്കും തിരിച്ച് കേസ് കൊടുക്കാം. അങ്ങനെയാണ് പല വിഷയവും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കും തോന്നിയത് ആ കുട്ടിയെ മാക്സിമം അതിൽ ഉൾപ്പെടുത്തണ്ടായിരുന്നു. കുട്ടിയോടൊന്നും ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അമ്മയും അച്ഛനും ചെയ്ത തെറ്റിന് ഇതിൽ അമ്മയാണ് ചെയ്തത്. അപ്പോൾ ആ കുട്ടിയെ ഇതിലോട്ട് വലിച്ചിടേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. കാരണം അത് ഒരുപാട് ഇപ്പം പഠിക്കുന്ന കുട്ടിയാണ്. നാളെയാണെങ്കിൽ ഇതിപ്പോൾ യൂട്യൂബ് ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ നാളെ അതിനെ കൂട്ടുകാർ കളിയാക്കും. അതുപോലെ തന്നെ പലരും അതിനെ വിഷമിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരാവശ്യം വരുന്നില്ല. കാരണം അമ്മ ചെയ്ത തെറ്റിനൊരിക്കലും ആ കുഞ്ഞിനെ വേദനിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. മാക്സിമം അതിനി ഒത്തിരി പേര് ഷെയർ ചെയ്യാനും റിയാക്ട് ചെയ്യാനും നിൽക്കണ്ട എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം നമ്മൾ ആ കുട്ടിയെ ഓർക്കണം.